ഹലോ ഗൈസ്, അങ്ങനെ ലാഫിംഗ് ട്രൂത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മറ്റേ കാനഡയിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാവുന്ന ജെഡി ദ മല്ലു റാപ്പർ. ജെഡി, ഞാൻ ഇവിടെ കാനഡയ്ക്ക് 2021 ഞാൻ കാനഡയ്ക്ക് 21-22 ശരിക്കും പറഞ്ഞു. ഞാൻ വരുമ്പം ഈ കാനഡന്റെ വീഡിയോയും പരിപാടിയെല്ലാം നമ്മൾ യൂട്യൂബിൽ നോക്കുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ജെഡിന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ജെഡിന്റെ പാട്ട് കേട്ടിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവർക്കും ജെഡിനെ അറിയാം. പക്ഷെ എന്നാലും ജെഡിനെ കൂടുതൽ അറിയാൻ വേണ്ടി ജെഡി തന്നെ ഒരു ചെറിയൊരു സെൽഫ് ഇൻഫ്ലുവൻസ് എനിക്കറിയത്തില്ല. ജെഡിന്റെ കൂട്ടുകാർ എന്റെ കൂട്ടുകാർ കേൾക്കത്തുണ്ടാവും മിക്കവാറും. പക്ഷെ എന്നാലും ജെഡിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ആരാണ് ജെഡി, എന്താണ് ചെയ്യുന്നത്, എവിടുന്നാണ്, അങ്ങനെ. ഹലോ മൈക്ക് ചെക്ക് കേൾക്കാമോ? കേൾക്കാം, വളരെ കൃത്യമായിട്ട് കേൾക്കാം. അടിപൊളി. എന്റെ പേര് ജയദേവ് എന്നാണ്. എന്നെ അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാവുമായിരിക്കും. എന്നെ അറിയാൻ പാടാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയണം, എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാനിവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ റാപ്പ് പരിപാടികളും, റാപ്പ് മാത്രമല്ല പാട്ട്, മ്യൂസിക്, കമ്പോസിഷൻ അങ്ങനത്തെ പരിപാടികളാണ്, മെലഡി അങ്ങനത്തെ ഉണ്ട്. പിന്നെ ചെറിയ ഡയറക്ഷൻ പരിപാടികൾ. ഞാനിന്നലെ രാത്രി നമ്മളിങ്ങനെ മറ്റേ ഇങ്ങനെ സംസാരിച്ചു പോകുന്നു. ഞാനിന്നലെ രാത്രി കിടന്നപ്പം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ ജെഡി ആകാൻ പറ്റുമായിരുന്നെങ്കിൽ. ജെഡി പാട്ട് പാടും, ജെഡി ഡാൻസ് കളിക്കും, ജെഡി ഡയറക്റ്റ് ചെയ്യും, ജെഡി എന്താ പറയാ, ജെഡി ആകാൻ പറ്റും. എങ്ങനെ ജെഡി ആകാൻ പറ്റും എന്നായിരുന്നു എന്റെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ മൊത്തം നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഉള്ള ലിസണേഴ്സും കൂടെ ഓടിപ്പോവും. ഒരു മൈത്ത് കളാനല്ലേ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആൾക്കാർ വിചാരിക്കും പ്രമോഷൻ എനിക്ക് ജെഡി പൈസ തരുന്നില്ല. ഞാൻ സത്യമായിട്ട് പറയാം, ഇത് നമ്മുടെ ടാഗ്ലൈൻ എന്താണെന്നറിയാമോ? നേരോടെ നിർഭയം വല്ലപ്പോഴും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടാഗ്ലൈൻ ഇതാക്കുന്ന. ആദ്യത്തെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ പോഡ്കാസ്റ്റ്. ഇതിന് അപ്പാകുമ്പോഴത്തേക്കും 2 മാസം കഴിയും. അടിപൊളി. അതുപോലെ നേരോടെ നിർഭയം എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. വീട്ടിലാണോ അല്ലെങ്കിൽ കാറിലാണോ? എന്താണ് പരിപാടി? പുറത്താണോ? ഞാൻ ഇവിടെ ഒരു റൂമില് എന്താ പറയാ, ഞാൻ കൺട്രി സൈഡ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഹൈവേ കൂടെ പോണ വണ്ടികൾ ഇങ്ങനെ എണ്ണി. പിന്നെന്താ, എനിക്കിവിടെ വേറെ ഒന്നും കാണത്തില്ല. മരം, മറ്റേ പാടം, അത് മാത്രമേ കാണത്തുള്ളൂ. അടിപൊളി. എനിക്കിവിടെ മിക്സഡ് ക്രൗഡ്. അതറിയാലോ, ജെഡി ബാരിയിലാണ്. അറിയത്തില്ലാത്തവർക്ക് ജെഡി. ഞാൻ ബാരിന്ന് മാറി ബ്രോ. ഞാൻ സ്കാർബ്രോയിലേക്ക് നീങ്ങി. ബാരിന്ന് നീങ്ങി സ്കാർബ്രോയിലേക്ക് നീങ്ങി. പിന്നെ മാർക്കത്ത് നേരെ സ്കാർബ്രോയിലേക്ക് നീങ്ങി. കൊള്ളാം. ഞാൻ എഴുതി വെച്ച ചോദ്യം പറ്റിപ്പോയല്ലോ. ഭാര്യയിൽ മലയാളികൾ തീരെ കുറവാ എന്നുള്ളതായിരുന്നു എന്റെ അടുത്ത ചോദ്യം. 2018 ഞാൻ 2018 ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നത്. ജോർജിയൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്നും അത്ര സ്ട്രോങ് അല്ല. പക്ഷെ ഇപ്പൊ അടിപൊളി പിള്ളേരൊക്കെ വന്ന് ഫുള്ള് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ബാരിയിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതെ, അത് എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ആണ്. നല്ലതാണ്, ചീത്തയാണ്. ഞാൻ കഴിഞ്ഞ ക്യൂബിക്ക് ട്രിപ്പ് പോയപ്പോൾ മോൺട്രിയാൽ പോയി 2-3 ചെക്കന്മാരെ കണ്ടായിരുന്നു. അവന്മാര് ബാരിയിലെ കോളേജ് ഉണ്ടായിട്ട് അവിടുന്ന് ജോലിയൊന്നും കിട്ടാതെ കഷ്ടപ്പാടായിട്ട് അവന്മാര് മോൺട്രിയൽ പോയി പണിയെടുക്കുക. 3 ചെക്കന്മാര് സംഭവം ഇത്രേ ഉള്ളൂ ബ്രോ. ഒരു സമയം എന്ന് പറഞ്ഞിട്ട് സംഭവം. ഞാൻ വന്ന സമയത്ത് എനിക്ക് 2018 ആയതുകൊണ്ടായിരിക്കാം, എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ദിവസം അയച്ച് നമുക്ക് കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടി. നമ്മളെ കറക്റ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനൊക്കെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതുപോലത്തെ പേഴ്സണൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് എനിക്ക് അറിയില്ല അത് എങ്ങനത്തെയാണ്. പക്ഷെ ചില ആൾക്കാർക്കും നല്ല പോസിറ്റീവ് പറയുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ 2018 തൊട്ട് ഒരു 19-20 വരെ അങ്ങനത്തെ ഒരു ജോലിക്ഷാമ പരിപാടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സ്കീം ഇല്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കൊറോണയുടെ സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? കൊറോണയുടെ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഞാൻ അവിടെ റിസർച്ച് വിങ്ങിൽ വർക്ക് ചെയ്തു വരുമല്ലോ. അപ്പൊ എനിക്ക് വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊറോണ സമയത്താണ് ജെഡിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് എന്റെ സ്കൂളിലാണ്. എന്റെ ഒരു ഫ്രണ്ട് അഭിരാമി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിലോ 7ലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവളാണ് ആദ്യമായിട്ട് ജെഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാരും ആദ്യം കളിയാക്കി, പിന്നെ പതുക്കെ എല്ലാവരുടെയും നാട്ടിൽ വീണു. അത് എന്റെ ആളുടെ നാളെ പേര് എന്നെ ആടുന്നായിരുന്നു പണ്ട് വിളിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പേര് മാറ്റി എന്നെ കണ്ടിട്ട് കിങ്കു എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ, നല്ല ഹൃദയമുള്ള ആളാണല്ലോ. അതെ, എന്നെ ഇപ്പൊ തന്നെ 68 പേർക്ക് ഇഷ്ടമില്ല. ഒരാളും കൂടെ കൂടിയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാരും ഇഷ്ടപ്പെട്ടോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന, എല്ലാരും നമ്മളെ ഇഷ്ടപ്പെട്ടോന്നൊക്കെ വിചാരിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് നന്നായിട്ട് ജീവിച്ചാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്റെ ഒരു മൂഡ് ചോദ്യമുണ്ട്, വെറൈറ്റി ചോദ്യമാണ്. എന്താണ് ജെഡിയുടെ ഹാപ്പിനെസ്? എന്റെ സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഇവിടത്തെ സന്തോഷമാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ്, എന്റെ റൂം, എനിക്ക് എന്റേതായിട്ടുള്ള റൂം ഉണ്ട്, എന്റെ പ്രൈവസി, എന്റെ സന്തോഷം. ഇതാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര സോഷ്യലി ഔട്ട് ഗോയിങ് ഒരു ഗായ് അല്ല. ഞാൻ വളരെ ഇൻട്രോവേർട്ടാണ്. ഞാനിപ്പോ മാക്സിമം വീട്ടിൽ തന്നെ ഇരുന്ന് എന്റെ റൂമിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എന്റെ റൂമിൽ തന്നെയാണ് എന്റെ ലോകം. റെക്കോർഡിംഗ് ആണെങ്കിലും TV കാണാനാണെങ്കിലും പണിയെടുക്കാനാണെങ്കിലും എന്താണെങ്കിലും എന്റെ റൂമിൽ തന്നെയാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ് വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഫ്രണ്ട്സിനോട് അടിച്ചു വിളിക്കുക. ഇതാണ് എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്. എന്റെ ഒരു നിഗൂഢമായ റിസർച്ചിലൂടെ ഞാൻ കണക്കാക്കിയത്, മറ്റേ ജെഡിക്ക് ജാടയുണ്ടോ?
ജെഡിക്ക് ചാടിയില്ല. ജെഡിക്ക് എല്ലാവരും ചാടില്ല. പറയുമെങ്കിലും ഒട്ടും ചാടില്ല. കാരണം അതെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോവേർട്ടാണ്, എനിക്ക് എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരുടെ വിചാരം ഞാൻ ഭയങ്കര ഇത് അഹങ്കാരിയാണ്. പക്ഷെ നല്ല റൈമല്ലേ, ജാടക്കാരൻ ജെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയല്ലേ, ഇതൊക്കെ ആൾക്കാർ കേൾക്കുന്നു. നേരോടെ എനിക്ക് നിർഭയം. സത്യം പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ആ ഒരു വൈബിൽ തന്നെ നിൽക്കും. പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഏത് വൈബിലാണ് അവരോട് നിൽക്കുന്നത്. അവർക്ക് ഞാൻ ശല്യമാണ്. അങ്ങനെ കൊറോണ എല്ലാവരും ഭയങ്കര ഇപ്പം ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി, ഞാൻ റോസ്റ്റിംഗ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മടിയാണ് എന്റെ മെയിൻ മടി കാരണം ചെയ്യുന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ കൊറോണ കാരണമാണ് ഞാൻ ക്ലബ് ഹൗസ് വഴി അങ്ങനെ ഇതാക്കി അങ്ങനെ കയറി. എനിക്ക് കൊറോണ കാരണമാണ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ആയെന്ന് ഞാൻ പറയാൻ പറ്റും. അപ്പം ജെഡിനെ ഞാൻ വീഡിയോ കണ്ടായിരുന്നു. മറ്റേ എത്ര പാട്ട് ഇറക്കിയിട്ടുണ്ട്? 5 ഞാനിപ്പോ ടോട്ടൽ ഒരു 10 പാട്ടോളം ചെയ്തിട്ടുണ്ട് ബ്രോ. കൊളാബറേഷൻ ഇൻക്ലൂഡിംഗ് ചെയ്തിട്ടുണ്ട്. കൊളാബറേഷൻ ഇൻക്ലൂഡ്. ഓക്കെ. ഒരു 3 കൊളാബറേഷനും ബാക്കിയുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സോങ്സ്. ആദ്യമായിട്ട് പാട്ട് ചെയ്ത് കൊറോണ സമയത്തല്ലായിരുന്നു? പ്രപഞ്ചത്തെ തിരിച്ചടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അത് മറ്റേ ജെഡിക്ക് അച്ഛനാണ് അമ്മയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അച്ഛനാന്ന് പറയില്ല, അച്ഛനല്ലേ ലൈനൊക്കെ എഴുതി തന്നെ സഹായിക്കാറെന്ന് പറയുന്നത്. എനിക്ക് രണ്ടുപേരെ ഇത് സ്റ്റേറ്റ്മെന്റ് പറ്റുന്നത് എനിക്ക് രണ്ടുപേരെ തുല്യമായിട്ട് ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ അടിപൊളി എഴുത്തുകാരനാണ്, അച്ഛൻ ഒരു പോയറ്റ് ആണ്. അപ്പൊ അച്ഛൻ നല്ലപോലെ എഴുതും വരികളൊക്കെ. അപ്പൊ ഞാൻ ഈ റാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛനൊട്ടും ഇതെന്താണെന്നൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ കലയായതുകൊണ്ട് കൊല ചെയ്യരുത്, എന്നാലും നീ സന്തോഷമായിട്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു മൂടാണ് പുള്ളിക്കാരൻ. ഞാനും ബ്രോനെ പോലെ തന്നെ കൊറോണ ടൈമിൽ ഒരു ഡിസ്കവർ ചെയ്ത ഒരു പരിപാടിയാണ് ഈ റാപ്പ് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കൊറോണ ടൈമിലല്ലേ കുറെ പേര് രക്ഷപ്പെട്ട് ഗെയിമിംഗ് ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആയി പോയി. ഞാൻ ആ സമയത്ത് എന്റെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിസ്സ ഹട്ടില് ഡെലിവറി പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ഇങ്ങനെ ചുമ്മാ ഒരു ബീറ്റ് എന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ സംസാരിച്ച ആ ബീറ്റിനൊപ്പം സംസാരിച്ച ഞാൻ കൊച്ചിക്കാരനാണ്. അപ്പൊ എന്റെ സ്ലാങ് ഒക്കെ ഇപ്പോഴാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള സ്ലാങ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അച്ഛനെ മനസ്സിലായി, നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഈ കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ കണ്ടിൻജൻസ് ആണ്, നിങ്ങൾ മറ്റേ പകരും. ഞാൻ മറ്റേ പൂനെയിലാണ് പഠിച്ചത്, എന്റെ ഡിഗ്രി ഞാൻ പൂനെയിലായിരുന്നു. എനിക്ക് കൊച്ചിക്കാർ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി, ഞാൻ കണ്ണൂർ, എന്റെ വീട് കണ്ണൂരാ. അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ മച്ചാനെ എന്ന് വിളിക്കുന്നത് അവിടെ എന്താണ് വിളിക്കുന്നത്? മച്ചാനേക്കോരും നമ്മളെവിടെ? കണ്ണൂരാ. കണ്ണൂര് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ എന്നാ വിളിക്കുന്നത്. അങ്ങനെയല്ല എന്റെ പേര് ചായ. അത് എനിക്ക് ഞാൻ മോട്ടിയായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടായിരുന്നു. എന്താണ് ചായ എന്ന് എനിക്കറിയാം. ഞങ്ങൾ തന്നെ അളിയ അങ്ങനെ പേരൊന്നും വിളിക്കില്ലടാ, തോന്നുന്ന വിളിക്കും. അന്നേരം എന്താണ് മൂഡ് അങ്ങനെ വിളിക്കും. പിന്നെ കൂട്ടുകാരെ നമുക്ക് വിളിക്കാലോ. നമുക്ക് കൂട്ടുകാരല്ലേ നമുക്കൊന്നും വിളിക്കാൻ പറ്റില്ല. റൂട്ടിൽ കൂടെ നടക്കുന്നവരെ നമുക്കൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കിട്ടുമല്ലോ. നമ്മളിങ്ങനെ വിളിക്കുന്നോണ്ടാണോ നമുക്ക് കൂട്ടുകാർ കുറവ്? എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിന് മാത്രം സർക്കിൾ ഒന്നും ഇല്ല. ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി. നമുക്ക് കുറെ ആൾക്കാരൊന്നും വേണ്ട, നമ്മളെ കൂടെ നിൽക്കുക ഒരാളെങ്കിൽ ഒരാൾ, അത് മതി. സിനിമ ആസിഫ് അലി അർജുന അശോകനോട് പറയുന്നത് സൂപ്പർ ചേട്ടാ സൂപ്പറാന്നൊക്കെ. ചെറിയ ബ്ലൗസ് ഒന്നും കാണാൻ പോയില്ലേ? പോയി ഹൈ പാർക്കിൽ പോയി അടിപൊളി. പക്ഷെ ഞാൻ ചെന്നപ്പോ നൈറ്റ് ആയി പോയി. എന്നിട്ട് ഞങ്ങൾക്ക് ഹൈ പാർക്കിലോട്ട് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് അവിടെ പാർക്കിംഗ് ഇല്ല. അത് ഏത് സമയത്ത് ചെന്നാലും പാർക്കിംഗ് ഇല്ല. എന്നിട്ട് ഞങ്ങൾ വേറൊരു പാർക്കിംഗ് ഞാൻ എന്നിട്ട് വേറെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഫ്രണ്ടും കൂടെ പോയി ഹൈ പാർക്കിൽ പരിപാടിയൊക്കെ കണ്ടു. പക്ഷെ രാത്രിയായി, കുറച്ച് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുറച്ച് ബ്ലോസ് ഒക്കെ കണ്ടു. അത് ഓസമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകും. വീണ്ടും പ്രാസം. അപ്പം ഇപ്പം എന്താണ് ലെവിറ്റേറ്റ്? എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, എന്താണ് ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ്? എന്താണ് ജെഡി ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റിൽ? ഓക്കെ സംഭവം പറഞ്ഞുതരാം. ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് അപ്ലിഫ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് ബേസിക്കലി. അതായത് നമ്മൾ സോ കോൾഡ് സെലിബ്രിറ്റീസ് ആക്കുന്നതിന് പകരം നമ്മൾക്കിടയിലുള്ള ടാലൻസിനെ നമ്മൾ റിയലൈസ് ചെയ്ത് അവരെ നമ്മൾ ഒരു നിലയിൽ എത്തിക്കണം. കാരണം നമ്മുടെ ഇടയിൽ അടിപൊളി ടാലൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. ഞാൻ എന്റെ കൊളാബറേഷൻ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത് തന്നെ, നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പറ, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്ത് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ് തുടങ്ങിയത് തന്നെ നമ്മളൊരു DJ പരിപാടിയാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ആർട്ടിസ്റ്റ് അപ്ലിഫ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു സ്കീം വന്നത്. അപ്പൊ നമ്മുടെ പിള്ളേരെ തന്നെ വെച്ചൊരു ഷോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർ ഭയങ്കര ടാലന്റഡ് ആണ്. അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ പല സിറ്റീസിൽ പോയി. അങ്ങനെ അപ്പൊ എന്റെ റോള് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോ ഡയറക്ടറാണ്. ഓരോ പുതിയ ഷോസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്ത് നമുക്ക് ഇന്നത് ചെയ്യാം, പുതിയ ക്രിയേറ്റിവിറ്റി പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ ആളാണ് ഞാൻ, ഷോ ഡയറക്ടർ. ഞാൻ നിങ്ങൾ ലെവിറ്റേറ്റിന്റെ ആദ്യത്തെ കുറെ പ്രോഗ്രാം ഇറങ്ങിയത് മല്ലു പാർട്ടി. അന്നേരം ഞാനൊരു വീഡിയോ കളിയാക്കി ഇട്ടായിരുന്നു. കേരളത്തിലെ വീഡിയോ ഇട്ട് നല്ല മൈലേജ് ആണല്ലോ, ധൈര്യമായിട്ട് ഇട്ടോ. ഞാൻ പറഞ്ഞ ഇഷ്ടമില്ലാത്തവരുടെ എണ്ണം പറഞ്ഞില്ലായിരുന്നു. അതൊക്കെ നമ്മൾ എല്ലാം ഫണ്ണല്ലേ ബ്രോ? ഇതെന്ന് പറഞ്ഞാൽ ഞാനിത് മൊത്തത്തിൽ ഫണ്ണായിട്ട് എടുക്കുന്നത് ബ്രോ. ലൈക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഐറ്റം പിടിച്ചിരിക്കുന്ന റോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ് പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ പറ്റൂല, കേരളത്തിൽ ചെയ്യാനൊന്നും പറ്റൂല. ഈ മറ്റേ ആസനാനീസ് ഒക്കെ ഇല്ലേ, എന്റെ കമ്പനിക്കാരാ. അറിയാലോ. അറിയാവുന്ന ബ്രോ ടിവിയിലൊക്കെ ഏതെങ്കിലും ചാനലൊക്കെ കയറിയുണ്ടോ? ഞാൻ മഴവിൽ മനോരമയിൽ മറ്റേ ഒരു ചിരി കമ്പർച്ചിരിയില്ലേ, അതിന്റെ അകത്ത് ഞാൻ ഒരു 4 വട്ടം പോയി, 2 വട്ടം ബെമ്പറൊക്കെ അടിച്ച്. ഞാൻ അത് തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ 100 എപ്പിസോഡിൽ 4 എപ്പിസോഡ് എന്റെ ഉണ്ട്. പക്ഷെ അതിപ്പോ 1000 എപ്പിസോഡൊക്കെ ആയി. നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ പക്ഷെ നാട്ടിൽ നിൽക്കാൻ അന്നേരത്തെ ഒരു സാഹചര്യം അറിയായിരുന്നല്ലോ ബ്രോ. കൊറോണ കഴിഞ്ഞു, പിന്നെ വീട്ടുകാർക്ക് ഇതിനോട് താല്പര്യം ഇല്ലായിരുന്നു. വീട്ടുകാരുടെ ഒരു സോ കോൾഡ് ജോലി കഴിഞ്ഞ് ജീവിച്ചു. ഇതിന്റെ അകത്തൊരു
ഒരു ഇതില്ലല്ലോ, എന്ത് തിരിച്ചു കിട്ടും അറിയത്തില്ലല്ലോ, റിസ്ക് എടുക്കണ്ടെന്നുള്ള സീനില് എന്നെ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വിട്ടു. പിന്നെ ഞാൻ അത്രയും നല്ല കൊച്ചൊന്നുമല്ലായിരുന്നു നാട്ടില്, അതുകൊണ്ട് ഓടിപ്പോകണം പറഞ്ഞു. പഠിച്ചാൽ മതി, പഠിച്ച് മാർക്ക് കാണിച്ചു കൊടുക്കുക, അപ്പൊ പിന്നെ അവരൊന്നും പറയില്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ടാണെന്ന് പറയാം, കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ബ്രോ പെർഫോം ചെയ്ത ലിങ്ക് ഒക്കെ ഇട്ട് നോക്കട്ടെ. ആയിക്കോട്ടെ നമുക്ക് കിടക്കാം. ജെഡിനെ ഞാൻ നമ്മളൊരു മാജിക് മിക്സ് മീഡിയന്റെ പരിപാടിക്ക് നമ്മൾ ഒരുമിച്ച് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടും ജെഡി പെർഫോം ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ജെഡിനെ ആദ്യമായിട്ട് കാണുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടോ? നിർഭയം എന്നൊക്കെ ഉള്ളതാ, കറക്റ്റ് ആയിട്ട് പറയും. അത് അത്രേ ഉള്ളൂ. ആദ്യത്തെ പാട്ട് കൊറോണ പാട്ടിന്റെ എന്ന് പറഞ്ഞാലും ഞാൻ മരിച്ചു കിടക്കുന്ന കാലത്ത് ആ പാട്ട് കേട്ടില്ലേ ബ്രോ? കേട്ടിട്ടുണ്ട്, എല്ലാരും ആസാനം അതിന്റെ ഒരു എനിക്കൊരു തോന്നിയായിരുന്നു. പക്ഷെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനത്തെ പാട്ട് മറിയാമത്തോട്ടം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അയ്യേ പിന്നെ കൂടത്തുള്ളിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടത്തുള്ളല്ലോ, മറ്റേ നിങ്ങളുടെ മറ്റേ പാട്ട് ആയിരുന്നു മല്ലു പാർട്ടി ആന്തം. മല്ലു പാർട്ടി ആന്തം. അതിന്റെ അകത്ത് കൂടത്തുള്ളില്ല. ഇല്ല കൂടത്തുള്ളി നമ്മുടെ അതൊക്കെ ലെജൻഡറി ആൾക്കാർ. പെജോടെ ആദ്യം കേട്ട മറ്റേ കൂട്ടിലടച്ചിട്ട തത്ത, ഞാനും അങ്ങനെ ആദ്യം ആ പാട്ട് കേട്ട. അപ്പം കൊള്ളാം. അതാ നിങ്ങളുടെ കൊച്ചിക്കാരിപ്പം റാപ്പിംഗ് സീനിൽ മെയിൻ ആയിട്ട് എന്താണ് റാപ്പിംഗ്, അതും കൂടി ഒന്ന് കേൾക്കട്ടെ. റാപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിതം ആൻഡ് പോയട്രി, അതാണ്. പല ആൾക്കാർക്കും പല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പൊ പണ്ട് മറ്റേ ജെഡിന്റെ ഫാദർ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ ഫാദറിനോട് ചോദിച്ചാലും മറ്റേ കവിതനെ റേപ്പ് ചെയ്യാന്ന് റാപ്പ് എന്ന് പറഞ്ഞാൽ പറയുള്ളൂ. അവർക്ക് അതങ്ങനെ ട്യൂണിലെല്ലാം വരണം. അവര് കേട്ടത് ഈ ദേവരാജൻ മാഷ്, ജോൺസൺ മാഷ്, ഗിരീഷ് പുത്തഞ്ചേരി അതൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങണം വീട്ടിൽ. അപ്പൊ റാപ്പ് ഇത്രേ ഉള്ളൂ. പണ്ടത്തെ ആൾക്കാർ എംസിങ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ ബീറ്റ് ഇട്ടിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആയി സംസാരമായി, പിന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാറായി. അങ്ങനെയാണ് എന്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നല്ല ബീറ്റുകൾ ഇട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട്, നല്ല മലയാളം ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആദ്യം കുറച്ചും കൂടെ ആൾക്കാരോട് കണക്ഷൻ ആവാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ആൾക്കാർക്ക് ഇപ്പൊ എന്റെ പാട്ടൊക്കെ ദിവസം ഒരു പാടുന്നുണ്ട്, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ ബ്രോന്റെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ ആ ഗ്രോത്ത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോന്റെ ക്വാളിറ്റിയിലാണെങ്കിലും ലിറിക്സിന്റെ ക്വാളിറ്റിയിലാണെങ്കിലും സിംഗേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ചിക്സിന്റെ കാര്യത്തിലാണെങ്കിലും. നിങ്ങൾക്ക് ചിക്സ് കമ്പനിക്കാരല്ലേ? എനിക്ക് ചിക്സ് കമ്പനി, അതൊക്കെ എന്റെ പ്രൊഡക്ഷൻ ടീമാണ്. ഇതൊക്കെ നമുക്ക് വാട്സാപ്പിൽ ചോദിക്കും. എനിക്ക് ദൈവം സഹായിച്ച് എപ്പോഴും എല്ലാ പാട്ട് ചെയ്യുമ്പോഴും ഒരു ടീമുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പാട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആ ടീമിന് ഞാനത് കൊടുക്കും. ഡയറക്ഷൻ പരിപാടിയാണ് എന്റെ മെയിൻ. ഡയറക്ഷൻ ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക പാട്ടിന്റെ ഡയറക്ഷൻ ഞാൻ തന്നെ. അപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്ഷന് ആൾക്കാർ ആരൊക്കെ വേണം, എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള തീരുമാനിച്ച് കോർഡിനേഷൻ ചെയ്യുന്നൊക്കെ വേറെ ആൾക്കാർ. എന്നെ കൊണ്ട് പറ്റുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കുറെ പേര്, അവരൊക്കെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ അവർ ഞാൻ വിളിക്കുമ്പോൾ എന്നോടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ അവർ വന്ന് ചെയ്തിട്ട് പോകും. അപ്പൊ അങ്ങനെ ജെഡി ആരാന്ന് പറയാനാണ് ജെഡിക്ക് ഇഷ്ടം? ആർട്ടിസ്റ്റ് എന്ന് പറയാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയാനാണോ ഇഷ്ടം? ഞാൻ ആർട്ടിസ്റ്റ്. ഓ ദാറ്റ്സ് നൈസ്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല ബ്രോ. ഞാൻ എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്ത് എന്നീന്ന് ആൾക്കാർക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന മൊത്തം തല എന്നുള്ള സാധനമാണ് ജെഡി. ഇപ്പൊ പാട്ടൊക്കെ ഇടാറുണ്ട് ഡയറക്റ്റ് ചെയ്യുമ്പോ തല കേറ്റിപ്പറ കുറച്ച് ഇതിക്കുള്ള എങ്ങനെയാ തല എത്തിയില്ലേ? നീ എന്നെ വായുവിൽ കയറ്റി. എനിക്ക് ജെഡി പൈസ തരുന്നില്ല. അതെ, ഇത് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. എയർലി കയറ്റി തന്നെ വെക്കാറ്. ആരാണ് ഇതൊക്കെ കേൾക്കണവർക്ക്? ഇവനൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഏതവരാണ് ഈ ജെഡി? അത് കേൾക്കാത്തവരുടെ കുഴപ്പമില്ല. ഇപ്പം എന്താ പറയാ, അത് മറ്റേ സാധനം വെളിച്ചപ്പാടിന്റെ മറ്റേതാണല്ലോ, മറ്റേ കോണ്ടക്സ്റ്റ് മാറാം. ഇത്രയും ഇൻഫ്ലുവൻസിനെ ഒരുമിച്ച് ഇതാക്കി ഡയറക്റ്റ് ചെയ്യുക. ഇപ്പം ലെവിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങൾക്ക് എത്ര ആർട്ടിസ്റ്റ്, മൊത്തത്തിൽ 20 കൂടുതൽ ആർട്ടിസ്റ്റുകളില്ലേ? അങ്ങനെ ബ്രോ, ഞങ്ങളുടെ സോ കോൾഡ് ആർട്ടിസ്റ്റുകളല്ല. ഞങ്ങളുടെ കോർ ടീം ഒരു 7 പേരാണ്. അതിനകത്ത് ഞങ്ങൾ ആ 7 പേര് ഒഴിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്ന പ്രോഗ്രാമിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി പുറത്ത് ഉള്ള നമ്മുടെ ടാലൻസ്, നമ്മുടെ അടിപൊളി പിള്ളേരുണ്ട്. നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പനെ മോനും സഹായിച്ച ബ്രോ കെ ഹെവൻ ഫാമിലി, നമ്മുടെ അടിപൊളി, എല്ലാവർക്കും എല്ലാം ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. അത് അല്ലാതെ തന്നെ എന്റെ ഫ്രണ്ട്സ്, ടാസയുടെ ഫ്രണ്ട്സ്, സജിയുടെ ഫ്രണ്ട്സ്, ഫെറൂന്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഫ്രണ്ട്സ് വഴി കണക്ഷൻ. അല്ലാണ്ട് നമ്മൾ ഒരു ബാർ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നമ്മളവിടെ നെപ്പോട്ടിസം കളിക്കുന്നില്ല. നമ്മുടെ പിള്ളേരെ നമുക്ക് എങ്ങനെ മുകളിലേക്ക് കയറ്റാന്നുള്ള ചിന്ത. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വളരണം. അതാണ് മെയിൻ സാധനം. ഓക്കെ. അപ്പം എങ്ങനെ ഇവരെ എല്ലാരെയും മൊത്തം ഡയറക്റ്റ് ചെയ്യാൻ പാടാണോ അതോ എളുപ്പമാണോ? മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഇവന്മാരൊക്കെ കൂട്ടുകാരാ. അപ്പൊ അറിയാലോ കൂട്ടുകാരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ആ ഒരു സൗഹൃദം സ്ഥാനമാണ് ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. പറയാൻ പറ്റില്ല, മഞ്ഞ ബോയ്സ് ഇൻഡസ്ട്രിയിലായില്ല, അവരെല്ലാവരും കൂട്ടുകാരല്ലായിരുന്നു. അതന്നെ, ആ കൂട്ടുകാർ സെറ്റപ്പ് അതാണ് ബ്രോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് തുറന്നു പറയാം, എടാ മോശമാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. കൊള്ളൂല അങ്ങനല്ല, എടാ അങ്ങനെ പറയില്ല. ആണോ? ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എടാ ഇത് ചെയ്താൽ നിനക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ നോയൊക്കെ പറയും, പക്ഷെ എന്നാലും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയില്ല. കാരണം എന്നോട് അതുപോലെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പണ്ടത്തൊക്കെ സ്കൂളിൽ പഠിക്കും. നമ്മൾ എവിടെയെങ്കിലും കയറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ തുടക്കം തന്നെ തഴച്ചങ്ങോട്ട് അടിച്ചങ്ങ് താഴത്തേക്ക് എത്തുന്ന പറയില്ലേ.
അതുപോലെയൊക്കെ നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്കീമിലേക്ക് ആരെയും മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മളൊക്കെ പണ്ടോട്ട് കളിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പൂനെയിലെ പഠിച്ചിരുന്നപ്പം ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ നിന്നു. ഞാൻ 8 തൊട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഹോസ്റ്റലിൽ ഇരിക്കുന്നതിന്റെ ഒരു ഇത് അറിയാലോ, സീനിയേഴ്സിന്റെ ഒരു ഇത് ഞങ്ങൾ ഡോമിറ്ററി ആയിരുന്നു. അപ്പൊ അതിന്റെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മറ്റേ ബ്രോ പറഞ്ഞ പോലെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയിട്ടുണ്ട്, കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൂപ്പർ. അത് ഞാനിപ്പോഴും ഓർക്കുന്ന ജീവൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അവൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് പൂനെയിലേക്ക് കോളേജിൽ പഠിക്കാൻ വേണ്ടി, ക്രൈസ്റ്റിൽ അങ്ങനെ കോളേജിൽ പഠിക്കാൻ വേണ്ടി ഒന്ന് ഹോസ്റ്റലിൽ കയറി. അപ്പം മമ്മീസ് ബോയ് അറിയാലോ, ദുബായിൽ നിന്ന് വരുന്ന ഒരു കൊച്ചു 12 കൊല്ലം സ്കൂൾ ബസ്സിൽ മറ്റേ അപ്പാർട്ട്മെന്റ് താഴെ ഇറങ്ങി, അപ്പാർട്ട്മെന്റ് അങ്ങനെ സ്കൂളിന് മുമ്പിൽ ഇറങ്ങി അങ്ങനെ പോയിരുന്ന ചെക്കന. അടിപൊളി. അവന് ഞാൻ കളിയാക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ റൂമിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുടെ വിഷമം കൊണ്ട് പറയാ കളിയാക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കങ്ങ് വിഷമമായി പോയി. അതുകൊണ്ട് ഞങ്ങൾ മെസ്സിന്റെ മുകളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ അത് പറഞ്ഞു അവനെ കളിയാക്കൊണ്ടിരുന്നു. അവൻ അത് കഴിഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയി. അവൻ അത് കഴിഞ്ഞ് വലിയൊരാളായി മാറി. അവനിപ്പം അച്ഛനാകാൻ പഠിക്കും. ആൾക്കാർ മാറുന്ന ഒരു മാറ്റമുണ്ട്. ലൈക്ക് എന്താ പറയാ, അവൻ എങ്ങനെ വന്നു, അവൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് കമ്പനി കൂടുന്ന അറിയാലോ, കമ്പനി കൂടി അത് കഴിഞ്ഞിട്ട് ഒറ്റ അടിക്കാൻ സ്വിച്ച് ഇട്ട് അവന് നന്നായി. എന്നിട്ട് പറയാ ദീപുടി കിട്ടിയത്. എന്താണ് ബ്രോന്റെ ആഗ്രഹം എങ്ങനെയാണ്? ഇപ്പോ ഒരു സ്റ്റേജ്, ഇപ്പൊ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ സ്റ്റേജ് സ്റ്റാൻഡപ്പ് കോമഡി, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല, ടാസ്ക് ആണ് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത്. ഞാൻ അതിന്റെ വലിയൊരു ഫാനാണ് സ്റ്റാൻഡപ്പ്. ഞാൻ ബ്രോനെ കണ്ടിട്ടില്ല, പേഴ്സണലി പരിപാടികൾ കണ്ടിട്ടില്ല ബ്രോന്റെ. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് അയച്ചു പറഞ്ഞത്. ഞാൻ ലിങ്ക് അയക്കുന്ന നല്ലത്. കാനഡയിൽ പരിപാടി ഇതാക്കുന്നതും പിന്നെ കാനഡയിൽ ഇപ്പം എനിക്ക് റാപ്പ് സൂട്ടാറുണ്ട്. അവർ പറയുന്നത് ഞാൻ പറയുന്നത് സെയിം ആണ്. നമ്മുടെ ആ ഒരു ക്രൗഡില്ല. ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ തമാശ പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ കോഴിക്കാലും കടിച്ച് അപ്പുറത്തെ വീട്ടിലെ കാര്യം ചോദിച്ചാൽ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കഥയാണ് പറയുന്നത്. അപ്പൊ കഥയുടെ ഒടുക്കം മാത്രം കേട്ട് കാര്യമില്ല. എന്റെ ഫ്രണ്ട് ഒരു മൊത്തത്തിലുള്ള ഇത് കേട്ടിട്ട് ലിറ്റർ കഴിഞ്ഞ ദിവസം ഞാൻ മോട്ടിനോട് പറഞ്ഞ, എന്നോടൊരു പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റേജിൽ കയറി ഇതാണോ സ്റ്റാൻഡപ്പ് കോമഡി എന്ന്. അതായത് ഞാൻ മറ്റേ ടൊറന്റോ മലയാളീസ് അസോസിയേഷൻ പരിപാടിക്ക് അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കയറി ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ മറ്റേ വീട്ടിലെ കാര്യം അവിടെ മൊത്തം പറഞ്ഞ് 40+. അപ്പൊ എന്നിട്ട് ഒരു ചേച്ചി എന്നോട് മറ്റേ മുറ്റത്തിരുന്ന രണ്ടാമത്തെ റോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുമ്പിൽ നിന്നിട്ട് ഉറക്കെ ചോദിക്കുക, ഇതാണോ സ്റ്റാൻഡപ്പ് കോമഡി? എന്റെ കിളി പോയില്ലേ. പിന്നെ മറ്റേ പഞ്ചാബികൾ ഉണ്ടായിരുന്നു. ഞാൻ 2 തലക്കെട്ടെന്ന് പറഞ്ഞത് ആ തലക്കെട്ടുകാരും പിന്നെ അവിടുത്തെ മറ്റേ സ്പോൺസറും എല്ലാരും കൂടെ എന്നെ ഒരു ഇങ്ങനെ ഒരു നോട്ടം. അതൊക്കെ ഒഫൻസീവാണ്. മിസ്റ്റർ ആൾഡിനല്ലേ പേര്? അതൊക്കെ ഒഫൻസീവാട്ടോ, അതൊക്കെ സീനാണ്. നോക്കിക്കൊണ്ടൊക്കെ പറയും. അതെ, ലൈക്ക് അതാണ് ബ്രോ നമ്മുടെ ഒരു സംഭവത്തിന്റെ ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാല് ഇപ്പൊ ബ്രോ ഇപ്പൊ തമാശ ചിരിക്കുന്നത്, ഞാൻ തമാശ പറഞ്ഞു, ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം ആ ഒരു ഇതിപ്പം എല്ലാരും തമാശയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇതിപ്പോ ഞാൻ മീൻ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതല്ല. ഇതൊരു തമാശക്ക് വേണ്ടി. ഇപ്പൊ എന്താ ഫാട്ടെന്നും പറയാം, പൊറിയെന്നും പറയാം. പൊറിയെന്ന് പറയുമ്പോൾ ഒരു ചിരി കിട്ടൂലേ? ഉറപ്പായിട്ടും ആ ഒരു സാധനത്തിന്റെ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അല്ല, അത് നമ്മളെ ഒന്നും കൂടെ ആൾക്കാരൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ക്ലിക്ക് ആവാൻ പറ്റുന്ന ഒരു സാധനം. ഡെഫിനറ്റ്ലി നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ പ്രവർത്തനം. അടിപൊളി, നമുക്കൊരു കിഡ്ലൻ പരിപാടി നമുക്ക് പിടിക്കാം. ഡോ വറി. ആളുകളെ എങ്ങനെയെങ്കിലും ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ റാപ്പിലേക്ക് ഞാൻ ആദ്യം കയറി, ഞാൻ ഇവിടെ കുറെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എനിക്ക് ഒരു ചാൻസ് പാടാൻ തരുമോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ റാപ്പോ എന്ത് റാപ്പ്, അതൊന്നും ഇവിടെ വേണ്ടെന്നൊക്കെ കുറെ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരുടെ കഥ, ഇവിടെയുള്ള എല്ലാവരുടെയും വിചാരം നമ്മളിവിടെ ആദ്യം കാശ് കൊടുത്തല്ല സെറ്റ് ചെയ്തത് ഒന്നല്ല. ഞാൻ 2019 അന്തസ്സായിട്ട് ചാൻസ് ചോദിച്ചു. അപ്പോഴെല്ലാരും പറഞ്ഞു റാപ്പോ എന്ത് റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളാ. അപ്പൊ ഞങ്ങളിങ്ങനെ പാടി കേൾപ്പിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല മറ്റേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ടൈലർ ചെയ്ത് അവർക്ക് വേണ്ടി പാട്ട് സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അവരുടെ പേരും അവരുടെ നാളും നക്ഷത്രമൊക്കെ വെച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കൊള്ളാനുള്ള മോനെ ആ സാധനം പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു ചാൻസ് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാനൊരു സ്റ്റേജ് പെർഫോമൻസിനോട് ആദ്യം കിടക്കുന്നത്. പിന്നെയാണ് ഞാൻ പതുക്കെ എല്ലാ ചേട്ടാ ഇതാണ് റാപ്പ്, ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഞാൻ എന്റെ പെർഫോമൻസിന് മുന്നേ എല്ലായിടത്തും പോയി പറയും, ഈ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ഒരു സംഗീതമുണ്ട്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ലിറിക്സ് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ എന്താ പറയാ, നമ്മുടെ എന്തൊക്കെ എഡ്യൂക്കേഷൻ 100% ആണെന്ന് പറഞ്ഞാലും സദാചാരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. ഉറപ്പല്ലേ? അപ്പം അതിപ്പം ലൈക്ക് എന്താ പറയാ, ഇപ്പൊ എന്റെ മനസ്സിലും ചില കാര്യങ്ങൾ തോന്നുമ്പോൾ എന്നിട്ട് ഞാൻ മറ്റേ മുഖത്തടിച്ചിട്ട് ആടാ ഇങ്ങനെയൊന്നല്ല ബ്രദർ. അപ്പം എക്സ്ട്രീമാണ് വീട്ടുകാർക്കുള്ളൂ. ആ ബ്രോ ഇല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രൗഡ് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. അവരെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. അവർക്ക് ഇഷ്ടം കണ്ടിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ഒരു സാധനം. ലൈക്ക് അവരിങ്ങനത്തെ. പിന്നെ ഇത് എഡ്യൂക്കേഷൻ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റാപ്പ് എന്താണെന്ന് അറിയത്തില്ല, സ്റ്റാൻഡപ്പ് കോമഡി അവരൊരു 10 ഈ AIBയുടെ ഒരു വീഡിയോ കണ്ടാൽ അതിന്റെ അകത്ത് റോസ്റ്റ് ചെയ്യുന്നത് കണ്ടാൽ അവര് അപ്പം ഈ ജസ്റ്റിൻ ബീബർ, സ്നൂപ് ഡോഗ് അവരുടെ ഒക്കെ റോസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഈ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ കണ്ടാൽ എനിക്ക് ലേറ്റ് നൈറ്റ് ഷോന്റെ ഹോസ്റ്റ് ആണെന്നാണ് എനിക്ക് ഭയങ്കര ഇപ്പം അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ പറയൂലേ. പിന്നെ നിങ്ങളൊക്കെ നമ്മളല്ലേ വർക്കണ്ടേ? ഉറപ്പായിട്ടും നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർക്ക് ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ JB ജംഗ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ജോൺ ബ്രിട്ടാസ് എന്റെ ഒരു നാട്ടുകാരനാണ്. നല്ല ചോദ്യങ്ങൾ പുള്ളിയുടെ ഉള്ളത്. കാരണം ക്ലീശേ ക്വസ്റ്റ്യൻസിന് പകരം നല്ലൊരു ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ അപ്പ് ആവാൻ. പിന്നെ ലൈക്ക്
ഞാനിപ്പോ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ലൈക്ക് എനിക്കെന്ന് അറിയണമെന്നല്ല ഞാൻ ഇതാക്കുന്നത്. ഈ പുറത്തുള്ള ആൾക്കാർ, ഇപ്പൊ ബാക്കി ജെഡിനെ അറിയത്തില്ലാത്തവര്, ആ. അപ്പം അവരുടെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. ഉറപ്പായിട്ടും. അപ്പം അങ്ങനത്തെ ചോദ്യം ചോദിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. പിന്നെ മടിയാ ബ്രോ ഇവിടെ. അതാ ഞാൻ പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത്. എങ്ങനെ സാധിക്കുന്നു 9 to 5 വരെ ജോലി ഉണ്ടല്ലോ, മൺഡേ ടു ഫ്രൈഡേ. അത് കഴിഞ്ഞ് പാഷൻ 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 എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കുമല്ലോ, അത് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പക്ഷെ എന്നാലും ഇത്രയും പേരെ ഇപ്പൊ സ്വന്തം ഒരാളുടെ കാര്യമാണെങ്കിൽ ഓക്കെ, ബ്രോയ്ക്ക് സ്വന്തം റൂമുണ്ട്, പാട്ട് ഇതാക്കാം. പക്ഷെ ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇതാക്കുമ്പോഴത്തേക്കും പൊളിയൂലേ? പൊളിയും ബ്രോ. പക്ഷെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ബ്രോ, നമുക്കിവിടെ ഇഡിലൻ ടാലൻസ് ഉണ്ട്. ഇപ്പൊ റാപ്പേഴ്സ് മാത്രമല്ല, ഇവിടെയുള്ള കുറെ ടാലൻസ് ഉണ്ട്. ഇവിടെ വന്ന പിള്ളേർക്കെല്ലാം ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ പഠിക്കുക, ജോലി എടുക്കുക, വീട്ടിൽ കാശ് അയച്ചു കൊടുക്കുക. അവരുടെ ലൈഫ് അവർ മിസ് ചെയ്യുക. അവർക്ക് അല്ലാതെയുള്ള പാഷൻസ് കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്ന് കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കത്തും. ഒരു മീഡിയ ഇവിടെ ഉണ്ടാകും. അപ്പൊ ഞാനിപ്പോ പരിശ്രമിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ എന്റെ ഫ്രണ്ട്സിനെയും നമുക്കൊരു മീഡിയയുടെ ഒരു പൂളിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാവുകയാണെങ്കിൽ വൈ നോട്ട് വി മേക്ക് എ സിനിമ ഹിയർ. അതെങ്ങനെയുണ്ട്? അത് അടിപൊളിയാ. അതിനുള്ള കഴിവുള്ള ആൾക്കാരും ഇതെല്ലാം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കാനഡ മീഡിയ ക്ലബ് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു. ഞാനൊക്കെ എന്റെ പരിപാടി ഞാൻ സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതിന്റെ ഇപ്പൊ ബാക്കിയൊന്നും കാണുന്നില്ല. അപ്പം ഞാനും CMCയുടെ ഒരു മെമ്പർ ആയിരുന്നു ആദ്യം. ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ CMCയുടെ മെമ്പർ ആയിരുന്നു. പിന്നെ അത് ഇപ്പോഴും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ആക്റ്റീവ് ആണ്. അതിന്റെ പരിപാടികളൊക്കെ നടക്കണമെന്നോ എനിക്ക് അറിയില്ല. അങ്ങനെ ഈ മലയാളികളുടെ കാര്യം, ഈ ചവിട്ടിക്കുത്ത് അങ്ങനത്തെ സാധനമൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ട ഇതാണ്. ഞാൻ ആ ഫീൽഡിൽ നിൽക്കാറില്ല ബ്രോ. ഞാൻ അധികം ഇങ്ങനത്തെ ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരും എന്നെ ഒഴിവാക്കിയൊക്കെ ചേട്ടാ. ഞാനില്ല, ഞാൻ ആ സ്കീമാണ്. ഞാൻ ആരുടെ പ്രശ്നത്തിലും പോയി ഇടപെടാറില്ല. ഞാൻ ആരുടെയും ഒരു സ്കീമിൽ ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ അല്ല ഗ്രേറ്റ് പോയിന്റ് പരിപാടികളൊന്നും ഞാൻ പിടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ അതാണ് ഏറ്റവും നല്ലത്. എന്നെ വിളിക്കുന്നു, ഞാൻ പെർഫോം ചെയ്യുന്നു, സന്തോഷത്തോടെ പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ വഴക്കൊന്നുമില്ല. എന്നെ എല്ലായിടത്തും വിളിക്കും ആൾക്കാർ. എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്റെ കൂട്ടുകാരാണ് ബ്രോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലണ്ടൻ തൊട്ട് ഇപ്പൊ ഏത് സ്ഥലത്തെടുത്താലും എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർ ഡെഫിനറ്റ്ലി എന്റെ ഒരു സ്ട്രഗിളും എനിക്ക് ഇങ്ങനെ കയറണം എന്നൊരാഗ്രഹമുള്ള ഒരു മൂഡാണെന്ന് അവർക്ക് അറിയാം. അപ്പൊ അവർ ഡെഫിനറ്റ്ലി എന്നെ വിളിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ കൂട്ടുകാരെ ഞാൻ വിളിക്കുള്ളൂ. അങ്ങനെയല്ല, എന്റെ കൂട്ടുകാർ മാത്രമൊന്നുമല്ല, ടാലന്റഡ് അങ്ങനെയുള്ള ആൾക്കാരെ നോക്കി ആരാണ് സൂട്ട് ആവുന്നത് അതിന് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അത് തന്നെ, നമ്മൾ ഒരുമിച്ച് ആ ഒരു പരിപാടി. പിന്നെ പാഷൻ ഡെഫിനറ്റ്ലി ഉണ്ട് ബ്രോ. 9 to 5 അത് നോക്കി എനിക്ക് എന്റെ ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹം സിനിമ എടുക്കണം ബ്രോ. അതാണ് എന്റെ മൂഡ്. അതുകൊണ്ട് ഓരോരോ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പാട്ട്, കമ്പോസിഷൻ പരിപാടികൾ, പിന്നെ ക്യാമറ, അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ എഡിറ്റിംഗ് ചെയ്യും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അപ്പൊ എല്ലാം എന്തിനു വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൂട്ടുകാരിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. ഒരു പടം ഇറങ്ങും എന്നിട്ട് അവസാനം ഉറപ്പല്ലേ? കളർ പടം. അതാണ് ആഗ്രഹം ഇറങ്ങണം. പിന്നല്ലേ കുറച്ച് നമ്മളെ പിള്ളേരെ വെച്ച് വൈ നോട്ട് ഇല്ലേ? പിന്നല്ലേ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത്ര ചെയ്തോളൂ. ആ മറിയാമത്തോട്ടെന്നുള്ള പാട്ട് ശരിക്കും എന്താ പറയാ, സ്ട്രഗിൾ ചെയ്തോണ്ടിരുന്ന സമയത്ത് എഴുതി. മറ്റേ സ്റ്റുഡന്റിന്റെ ലൈഫും സ്റ്റുഡൻസിന്റെ കാര്യം മൊത്തമാണല്ലോ പറയുന്നത് അതിന്റെ അകത്ത്. അതെ. അപ്പം അത് എഴുതുമ്പം എന്തായിരുന്നു സംഭവം, ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ്, അത് എഴുതുമ്പോൾ എക്സ്പീരിയൻസ്? കാരണം അടിച്ചിട്ട് എഴുതിയ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. ഞാൻ അടിക്കാറില്ല ബ്രോ. ഞാൻ അടിപിടി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മള് ചെറിയ ബിയർ പരിപാടികളൊക്കെ ആകാൻ പറ്റുമായിരുന്നെങ്കിൽ. ചെറിയ ബിയർ പരിപാടികളൊക്കെ ഉണ്ട്, സോഷ്യൽ ഡ്രിങ്ക് പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാണ്ട് അടിപിടി വെടി ആ സാധനമൊന്നും ഇല്ല നമുക്ക്. അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ ഒരു മറിയാമത്തോട്ടം എന്ന് പറഞ്ഞ ഒരു പാട്ട്, അത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഞാനും ഹൈ എലിഫന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബീറ്റ് പ്രൊഡ്യൂസറും കൂടെ ചെയ്ത പാട്ടാണ്. നിശാന്ത് ബ്രോ അതിന്റെ ക്യാമറ ഒക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെ കുറെ പേര് അതിനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതിനകത്ത് ഡെഫിനറ്റ്ലി ബ്രോ ഇവിടെ വന്നിട്ടുള്ള കഷ്ടപ്പാട്, നമുക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാതെ നമ്മൾ വിചാരിച്ചു ഇവിടെ വന്നു. പക്ഷെ ഒന്നും സംഭവിക്കണില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് കാശ് കിട്ടും. അതിൽ നിന്ന് ഒരു ശതമാനം വീട്ടിലേക്ക് അയക്കാം. ആ ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ആ ഒരു സ്ട്രഗിൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. ഡെഫിനറ്റ്ലി ഇപ്പൊ ബ്രോന് അറിയാലോ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നും. പക്ഷെ ആ ഒരു സ്റ്റുഡന്റ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പിടിച്ച് കയറാൻ പറ്റും. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ളത്, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യും. ആരുടെയും മനസ്സൊന്നും മടുക്കരുത്. എന്തെങ്കിലും പരിപാടികളൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. വൺസ് നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതാണ് മൂഡ്. എല്ലാം ശരിയാവും ഉറപ്പായിട്ടും. ആര് ജയിക്കും തോന്നുന്നു? BJP ജയിക്കോ? ഞാൻ പൊളിറ്റിക്സ് ഇല്ല, എനിക്ക് അതും ഇഷ്ടമല്ലോ. ഞാൻ സന്തോഷമായിട്ട് ജയിച്ചോട്ടെ. IPL ഏതാ ടീം? ഞാൻ ക്രിക്കറ്റ് ഹലോ കേൾക്കാമോ? ഞാൻ ക്രിക്കറ്റ് അധികം കാണാറില്ല. പണ്ട് മറ്റേ സച്ചിനും സേവാഗും ഗാംഗുലിയൊക്കെ ഉള്ള ടൈമിൽ വിരമിച്ച് ഫുട്ബോളിലേക്ക് കടന്നതാണ് എന്റെ ചെറുപ്പകാലം. എനിക്ക് അങ്ങനെ ക്രിക്കറ്റിനോട് വലിയ നോളജ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ ക്രിക്കറ്റ് ഇഷ്ടമാണ്. പണ്ടത്തെ ലെജൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ആവേശം ഉണ്ടല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ക്രിക്കറ്റ് അധികം എനിക്ക് അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ്. നമ്പർ 10 ലിയോണൽ മെസ്സിയാണ് എന്റെ. നമ്പർ 7 CR7 അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ ലെജൻസ് ആണ്. ശരിക്കും നിങ്ങൾ നമ്പർ 7 ആണ്. നമ്പർ 7 ജാക്ക് ഡാനിയൽസ് എന്നാണ് അതിന്റെ സംഭവം. അപ്പം നമ്പർ 7 ജേഡിയായിരുന്നു കുറച്ചും കൂടി അടിപൊളി. ഞാൻ ഓർക്കുന്നത്, ഞാൻ മറ്റേ ഫാക്ടറി പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് മറ്റേ വേൾഡ് കപ്പ് എടുക്കുക. അന്നേരം ഇപ്പൊ മെസ്സി കൂട്ടുകാരനുണ്ട്, ഞാൻ റൊണാൾഡോ കൂട്ടുകാരൻ. ഞങ്ങൾ ലൈനിൽ നിന്ന് അടി ഉണ്ടാകുന്നു, ഞങ്ങൾ സൂപ്പർവൈസർ ഇറക്കി വിടുന്നു. ഞങ്ങൾ അടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് അതൊരു ഫണ്ണാണല്ലോ. ചില ആൾക്കാർക്ക് പക്ഷെ അത് ഭയങ്കര ഇമോഷണൽ ആട്ടോ. ചില ആൾക്കാർ ഇമോഷണൽ ആ ബ്രോ. ലൈക്ക് ഇപ്പൊ എനിക്ക് റൊണാൾഡോ ഭയങ്കര ഇമോഷണൽ ആണ്. പക്ഷെ മെസ്സി നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുറ്റമില്ല. നമുക്ക് ദേഷ്യം വരുന്ന ഒരു പീരീഡ് എന്താണെന്ന് വെച്ചാൽ കളിച്ചോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട്
കൊള്ളൂല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഈ റൊണാൾഡോ ഇല്ല, റൊണാൾഡോ തീട്ടാന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊളിയും. അത് ബോൾ നോളേജ്, അത് സീറോ ബോൾ നോളേജ് ബ്രോ. അവരോടൊത്ത് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. റൊണാൾഡോ ആരാന്നും എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര നാളും പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇനിയുള്ള കാലവും പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നിനൊന്നും മെച്ചമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് മെസ്സി അല്ലേ എന്നൊരു ചോദ്യം ഇല്ലേ? അത് ഒന്നിനൊന്നും മെച്ചം ഉണ്ട്, സമ്മതിക്കുന്നല്ലോ. പക്ഷെ ചില ട്രോളും മറ്റേ റീലും ഒക്കെ കാണത്തില്ലേ ബ്രോ, മറ്റെന്താ പറയാ, അവൻ ഞങ്ങൾ ഇല്ലാണ്ടാക്കുന്ന പോലത്തെ ചേതോവധം ചെയ്യുന്ന പോലത്തെ. അപ്പം അതൊക്കെ ഈ മീഡിയക്കാരല്ലോ തീരുമാനിക്കുന്നത്. റിയൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട്. ഒരു പന്തായിട്ട് ഓടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, അവനോട് കേൾക്കും. ഒന്ന് സ്പീഡിൽ ഓടിയാൽ മറ്റേ ഡ്രിബിൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കാല് തട്ടി വീടും ചെക്കന്മാര്. അത് തന്നെ, ഒന്നിയൊക്കെ പന്ത് തട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണവന്മാരോട് അത് ചോദിച്ചാൽ മതി. അല്ലാതെ ചുമ്മാ ഗാലറി ഇരുന്ന് വിസിലടിക്കാൻ എല്ലാവർക്കും പറ്റും. കളത്തിൽ ഇറങ്ങി കളിച്ചാൽ മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടാണ്. അപ്പം ജെയ്ഡിന്റെ ഫ്രീ ടൈം മൊത്തം പാഷന്റെ പുറകെയാണ്. യെസ് സർ, എന്റെ പാഷൻ പരിപാടി അങ്ങനത്തെ ഫുട്ബോൾ കളിക്കുമായിരുന്നു. എനിക്കൊരു ലിഗമെന്റ് ഇഞ്ചറി വന്നു. ഇവിടെ വന്ന് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു റീബൗണ്ട് അടിക്കാൻ ശ്രമിച്ച ഒരു കാല് കുഴിക്കാത്തോട്ട് ഇറങ്ങിപ്പോയി. കുഴിക്കാത്തോട്ട് കാലിൽ നിന്ന് എന്റെ ശരീരം ഇങ്ങോട്ടും പോയി. ഒടിഞ്ഞെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ എല്ലാവരും കൂടെ എന്നെ വന്ന് പൊക്കിയൊക്കെ എടുത്ത് ഇവിടെ ബാരിയിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് കാല് ഒരു ഗത പോലെയായി, ലിഗമെന്റ് ടയർ സംഭവിച്ചു. ഒരു 1.5 വർഷം റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോഴും സ്ട്രൈഡ് അടിക്കുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ വലത്തേക്കാലാണ് എന്റെ അടിക്കാൻ പ്രിഫേർഡ് ഫുഡ്. അടിക്കുന്ന സമയത്ത് നല്ല വേദനയാണ്. അതുകൊണ്ട് അധികം സാഹസികതയ്ക്ക് ഇപ്പൊ പോകാറില്ല. ഇപ്പൊ അന്നത്തെ ജോലി ഇട്ട് വീട്ടുകാരെ നോക്കുന്നു. എന്റെ ഇച്ചിരി ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒറ്റ ഇരത്ത കോഴ്സ് എടുത്തുള്ളൂ ആകെ. എന്റെ ഫ്രണ്ട്സ് എല്ലാം രണ്ടാമത്തെ കോഴ്സ് ഒക്കെ എടുത്തു. അപ്പൊ എല്ലാവരും എടുത്ത് പറഞ്ഞു ഒരു കോഴ്സും കൂടി എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 1 ഇയർ സ്റ്റേ ബാക്കിൽ എനിക്ക് അവിടെ തന്നെ കോളേജ് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ നാട്ടിൽ HR 2 കൊല്ലം വർക്ക് ചെയ്താണ്. ആ എക്സ്പീരിയൻസ് പിന്നെ ഒരു IELTS അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് 400 ഐ തിങ്ക് ലൈക്ക് 470 സംതിങ് 480 സംതിങ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ കറക്റ്റ് ആയിട്ട് വീണു. ഞാനിവിടുന്ന് അതന്നെ ചേരാം. ഞാനിവിടുന്ന് പോകാനുള്ള ജനുവരി 8 ആയിരുന്നെങ്കിൽ എനിക്ക് ജനുവരി 9 എന്റെ വിസ കഴിയുന്നത്. എനിക്ക് തിരിച്ചു പോകേണ്ട സമയം ജനുവരി 8 ഞാൻ പൂളിലേക്ക് കയറുന്നത്. എനിക്ക് ഇൻവിറ്റേഷൻ വരുന്നത്. അതുകൊണ്ട് എല്ലാം മുഖ്യ മുഹൂർത്തത്തിൽ സെറ്റായി. അതന്നെ, ദൈവമുണ്ട്. അതെ, ദൈവമുണ്ടോ? ഉറപ്പായിട്ടും ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എവിടെയുണ്ട്, ഉറപ്പായിട്ടും. എനിക്ക് ഇന്ന ദൈവം, എനിക്ക് ദൈവത്തിനോടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മതമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതല്ല, ഒരു ശക്തി. ഞാനൊരു ശക്തിനെ വിശ്വസിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അപ്പൊ അതിലൊരു ശക്തി ഉണ്ട്. അപ്പൊ എന്റെ മുസ്ലിം ദൈവം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദൈവം അങ്ങനെയല്ല, ഒരു ശക്തി ഉണ്ട്. നമ്മൾ അവരെയൊക്കെ ഫോളോ ചെയ്യുക, നമ്മൾ നല്ലതായിട്ട് നടക്കുക. അതിനൊരു പ്രാക്ടീസ് ആണ് റിലീജിയൻ. അതിനകത്ത് ഇനി വിഷം ഒഴിച്ച് നശിപ്പിക്കരുത്. ഇതന്നെയാണ് സംഭവം. ലൈക്ക് ഞാൻ, എന്റെ പേരൻസ് ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ ക്രിസ്ത്യാനി വെച്ചു, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. എന്റെ പേരൻസ് മുസ്ലിം ആയിരുന്നു, ഞാൻ മുസ്ലിം ആയനെ. ഈ മതം മനുഷ്യനുണ്ടാക്കിയ മതത്തിൽ നമ്മൾ വിശ്വസിക്കില്ല. ഇല്ല, പക്ഷെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവം ഒറ്റ. മതത്തിന്റെ പ്രാക്ടീസസിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു വിശ്വാസത്തിൽ എങ്ങനെ ഒരു മനുഷ്യത്വം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുന്ന എല്ലാ മതത്തിലും അത് തന്നെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യത്വം, ഒരു മനുഷ്യനായിട്ടിരിക്കുന്നത് പഠിച്ചാൽ പോരെ. സാധനമാണ് പറയുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാതെ സ്നേഹമാണ് മെയിൻ. അതിന്റെ അകത്ത് ആരും വെറുപ്പും തോന്നാതിരുന്ന് അത്രേ ഉള്ളൂ. എന്റെ കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് ഞാൻ മട്ടാഞ്ചേരിയാണ് ബ്രോ പഠിച്ചത്. എന്റെ അപ്പുറം ഇപ്പൊ ഇരിക്കുന്ന മുസ്ലിംസും ക്രിസ്ത്യൻ നമ്മുടെ എല്ലാ നമ്മുടെ ഒരു ജനറേഷൻ 90s കിഡ്സ് പഠിച്ചു. 90s കിഡ് ആണോ ബ്രോ? 90s ആണോ? പൊളി അറ്റത്ത്. അപ്പൊ നമുക്കൊന്നും ഈ കോൺസെപ്റ്റേ വന്നിട്ടില്ല. ഇപ്പൊ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇപ്പൊ ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്. നീ ഇതാണ്, നീ അതാ, വേർതിരിച്ചു തുടങ്ങിയത്. അതൊക്കെ എനിക്ക് അതൊക്കെ കോൺസെപ്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് പറ്റത്തില്ല. അത് രാഷ്ട്രീയത്തിനെ പറ്റി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉറപ്പായിട്ടും നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. പക്ഷെ ഇതൊന്നും ശരിയല്ല. ശരിയല്ല. അല്ല, എന്റെ സുഹൃത്തുക്കൾ ആ ഒരു സെറ്റപ്പാണ് എന്റെ. അതുകൊണ്ട് ഞാൻ അവിടെ ഇവ മുസ്ലിമാണോ ഇവൻ ക്രിസ്ത്യാനോ അതല്ല, എന്റെ നല്ല സുഹൃത്തുക്കൾ, അത്രേ ഉള്ളൂ. നോക്കേണ്ട കാര്യം ലൈക്ക് ഈ കേരള സ്റ്റോറിന്റെ കോൺട്രവേഴ്സി കേട്ടില്ലായിരുന്നു? കേട്ടു. അപ്പം അതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശമാണ്. ഞാൻ അതിനെതിരെ അച്ഛന്മാരാണെങ്കിലും എന്നാണെങ്കിലും ചെയ്തത് മോശമാണ് തന്നെ പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയത അടിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞൊരു സാധനം. നമുക്ക് അന്ന് സംസാരിക്കാം. നമ്മൾ കാനഡയിലല്ലേ, ഇവിടെ ഹലോ കേൾക്കാമോ? ഇവിടെ നിങ്ങൾ പണിയെടുക്കൂ, ജീവിക്കൂ, അതാണ് മൂഡ്. ഇവിടെ നീ ഏത് ജാതി ഏത് മതം അങ്ങനെ. ഇവിടെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തോ റാബിറ്റിന്റെ എന്തോ ഫെസ്റ്റിവൽ ആണെന്ന് ഇവിടെ വിചാരിക്കുന്നത്. മുട്ടയൊക്കെ വെച്ചിട്ട്. അല്ലാതെ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം. ഇപ്പോഴത്തെ പണിയുന്ന പള്ളികളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ചെറിയൊരു ഓഡിറ്റോറിയം പോലത്തെ സംബന്ധിച്ച് കുരിശ് മാത്രം വെച്ചിട്ട്. അപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഇതെന്താ ഇവരിങ്ങനെ പള്ളി പണിയുന്നത്? നമ്മുടെ ഒക്കെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ 1.5 കോടി 2 കോടി അങ്ങനെയൊക്കെ വലിയ പള്ളികളല്ലേ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ കസിൻ പറഞ്ഞ കാര്യമുണ്ട്, ഇവരുടെ ആ കഴപ്പ് കഴിഞ്ഞു. ഇവരുടെ വലിയ പള്ളികൾ ഇപ്പൊ ബാറാണല്ലോ, പബ്ബാണല്ലോ. അപ്പം നമ്മുടെയും ഇത് നമ്മളും ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് മാറി വരുന്നത്. അതും ഭയങ്കര പ്രകടമാണ്. മറ്റേ കേരളത്തിൽ ഇപ്പം ആൾക്കാരില്ല, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു. ഉറപ്പായിട്ടും. ഇപ്പൊ എന്തൊക്കെയാ നടക്കണെന്ന് പോലും അറിയില്ലല്ലോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചി കൊടുത്തല്ലോ. എനിക്ക് അവന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഹരിശ്രീ എന്നാ വിളിച്ചോണ്ടിരുന്നത്.
ആശിർ. മറ്റേ അത് സാധനം പറയില്ലേ, കഴിഞ്ഞിട്ട് ഇതാണ് എടാ ഈ ലോകത്ത് രണ്ട് ആൾക്കാരെ നല്ല ആ, ഇഷ്ടം, ഒന്ന് നീയും ഞാനും ഇത് ഞാനും, ഇത്രേ ഉള്ളൂ. അത് 3 സാധനം. അതൊക്കെ കറക്റ്റ് സമയത്ത് കേറി പോയി. അതെ അതെ. അതിനകത്തൊക്കെ ഭയങ്കര സാധനം കേറി പോകുന്ന, ലൈക്ക് എപ്പോഴാ ഒരാൾ രക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ല. അല്ല എനിക്ക് ഇവരോടൊക്കെ എല്ലാവരോടും കേട്ടോ, ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക, കളിയാക്കാനുള്ളവർ കളിയാക്കിക്കൊണ്ടിരിക്കും, ആ കളിയാക്കുന്ന ആൾക്കാർ ഒരു നാൾ കൈയടിക്കുകയും ചെയ്യും, അത്രേ ഒരു മുട്ടുള്ളൂ. ഉറപ്പായിട്ടും സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഇപ്പൊ എല്ലാവരും കൈയടിക്കുമല്ലേ. പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന് നല്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്നും മീഡിയക്കാർ അതാണ് പോസ്റ്റ് ചെയ്യില്ല. അത് ചെയ്യില്ല. അവർക്ക് ആൾക്കാർ കാണുന്ന മലയാളികൾ മറ്റേ സാഡിസ്റ്റ് പരിപാടികൾ, കുൽസിത പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ അതെടുത്ത് അടിച്ച് അത് തന്നെ. ഇപ്പൊ ഞാൻ പരിപാടിയൊക്കെ ചെയ്താല് ഒരു കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും ട്രെൻഡ് ആവണമെങ്കിൽ ഒരുത്തൻ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചാൽ അപ്പ അവൻ ട്രെൻഡാ. 4 പേരെ തെറി പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും അതാണ് എനിക്ക് വിഷമം. അത് അനീസ് എന്ന് പറയുന്നത് ഞങ്ങൾ കൂട്ടുകാർ മറ്റേ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്നാ പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു പരിപാടി റോസ്റ്റിംഗ് കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ ആ റോസ്റ്റിംഗ് പരിപാടി അങ്ങനെയാണ്. അപ്പം ഈ ചോദ്യത്തിന്റെ കണ്ടിന്യൂസ് ഉണ്ട്. ഇത് മറ്റേ അമ്മയുടെ മറ്റേ KGF-ന്റെ ടൂണ് വിട്ടിട്ട് ആ പുള്ളിക്കാരിയോട് ചോദിക്കുന്ന അങ്ങനെ ചോദിച്ചാല് ആർക്കാണെങ്കിൽ ദേഷ്യം വരും. പക്ഷെ അതേ സമയത്ത് വേറെ ഏതെങ്കിലും മറ്റേ BGM ഒക്കെ ഇട്ടിട്ട് തമാശ BGM ഇട്ടാണെങ്കിൽ ആൾക്കാർ ചിരിച്ചേനെ. എന്നിട്ട് അവൻ ആസനെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അനീസിന്റെ കമന്റ് ബോക്സ് നോക്കണം, അമ്മയ്ക്കെന്നല്ലാതെ വേറൊരു സാധനമില്ല. കണ്ടിട്ടില്ല സെറ്റപ്പ് എന്താ എനിക്ക് മനസ്സിലായില്ല. ഒരു റോസ്റ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. റോസ്റ്റിംഗ് പരിപാടിയിൽ മറ്റേ ഫിലിമിന്റെ ആൾക്കാരോട് എന്തോ ചോദിച്ചല്ലേ, വൃത്തികേടായിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ ആസനം എന്താന്ന് ചോദിച്ചത്. പക്ഷെ അതിന് മറ്റെന്താ പറയാ വിഷമമുള്ള ആൾക്കാര് ഇവന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അമ്മയ്ക്ക് പറയുന്നു. അപ്പൊ അതിന്റെ അകത്ത് എന്ത് ഇതായിരിക്കുന്നത്? നല്ല സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല എന്റെ സംസ്കാരത്തിന് എന്ത് പറ്റി എന്നുള്ള രീതിയിലാണല്ലോ ഇവനത് ഇതാക്കുന്നത്. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിക്കാവോ? എന്നിട്ട് നേരെ പോയിട്ട് അവന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അമ്മയ്ക്കും. അതൊക്കെ എന്തൊരിതാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ. ഇപ്പൊ അവിടെ സമയം 1 മണിക്കൂർ കൂടുതലാണോ കുറവാണോ? കുറവാണ് ബ്രോ. ഇപ്പൊ ഇവിടെ സമയം 7:46. നമ്മൾ കാനഡയിലാണെങ്കിലും കാനഡയിൽ പല സമയങ്ങളാണ്. അതെ അതെ, ഇവിടെ 8:46. വാട്ട് എ വാസ്റ്റ് കൺട്രി. അതെ അതെ അതെ. അപ്പൊ അടുത്ത ഒരു പാട്ട് എന്നത്തേക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം? അടുത്തൊരു പാട്ട് ഉടൻ തന്നെ ഉണ്ടാകും. കാരണം ഞാൻ ഇപ്പോ കുറച്ച് ആൾക്കാരുടെ നാട്ടിലുള്ള ആർട്ടിസ്റ്റുകളായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം എല്ലാവരും ബിസിയാണ് ആ സമയത്ത്. അതുകൊണ്ട് എന്റെ പാട്ടുകളൊക്കെ ഓൾറെഡി ഡൺ ആണ് ഏകദേശം. ഡാപ്സി ബേബി ജീൻ ശ്രമിക്കാം. അപ്പൊ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. എന്റെ കൂട്ടുകാർ ഇവിടെ ഇതാക്കി അവരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ടീമുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ റാപ്പേഴ്സ് ഒക്കെ പൊളിയാണ് ബ്രോ, ഒന്ന് ശ്രദ്ധിച്ചാൽ. നമ്മുടെ ഇവിടെ ഞാൻ മറ്റേ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ എന്താ പറയാ സെത്തിന്റെ ഒരു ആ സെക്കൻഡ് പരിപാടി ഇല്ലായിരുന്നു, സെറ്റ് പാണ്ട. അതന്നെ എനിക്ക് മനസ്സിലായി. അവന്റെ സെക്കൻഡ് പരിപാടിക്ക് സൗത്തിന്റെ സെക്കൻഡ് പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് നൈസാ. നമ്മുടെ ഇവിടെ റാപ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അവരെ ഷോക്കേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലൊരു ഇൻഡസ്ട്രി ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ ബ്രോ പറഞ്ഞ പോലെ. ഉറപ്പായിട്ടും. അങ്ങനെ അത്രയും പേരുണ്ടല്ലോ ഇവിടെ. ഒരു പള്ളി പോയി നോക്കണം ബ്രോ, എന്തേലും പേരാന്നറിയാവോ? ലൈക്ക് എല്ലാ മാതാപിതാക്കളെ കുട്ടികൾ വളർന്ന് വലുതാവൂലോ. എന്നിട്ട് അവരേതായാലും നാട്ടിൽ പോകാൻ പോകുന്നില്ലല്ലോ, അവരിവിടെ തന്നെ അല്ലേ ഉണ്ടാകുന്നത്. ഒരു ബെഞ്ചിൽ ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട്. പറയാൻ പാടില്ല എന്നാലും. അപ്പം ലൈക്ക് വേറെ ഒന്നും വേണ്ടല്ലോ ബ്രോ, നാട്ടിലാരെങ്കിലും വേണ്ട പഠിക്കാൻ. നാട്ടിൽ പിള്ളേരില്ലല്ലോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞു എന്റെ ഫെറോനപ്പള്ളിയിൽ മറ്റേ എന്റെ പള്ളിയില്ല, എന്റെ മറ്റേ ഫെറോനപ്പള്ളിയില് 1ാം ക്ലാസ്സില് സാധാരണ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ 70 to 80 പിള്ളേരെ ഇരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇരുന്നത് 4 പേരാ 1ാം ക്ലാസ്സിൽ എഴുത്തിനിരുന്നത്. ബാക്കി എല്ലാവരും കാനഡയിലും UK-ലും ഓസ്ട്രേലിയയിലും. അവിടെ എഴുത്തില്ല. അല്ല എന്നാലും ലൈക്ക് ഞാൻ പറഞ്ഞു മറ്റേ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉറപ്പായിട്ടും എല്ലാം ഇനി പതുക്കെ മാറും. നമ്മുടെ ജനറേഷൻ ഒന്ന് കയറി വരുമ്പോൾ കുറെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കും എന്നുള്ളൊരു സെറ്റപ്പ്. പക്ഷെ നമ്മുടെ രാജ്യത്തിനെയും അതുപോലെ സ്നേഹിച്ചുകൊണ്ടുള്ള പരിപാടികൾ ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു പരിപാടി. അത് സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഗ്രഹാതുര ഫോർ എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പൂനെ പഠിച്ചു പൂനെയിലെ കൂട്ടുകാരുണ്ടല്ലോ, ബ്രോണാൻ പോട്ടപ്പോ പൂനെയിലുള്ള കൂട്ടുകാർ. അപ്പൊ അവന്മാരോട് കേരളം ഇഷ്ടമാണെന്ന് വെച്ചാൽ അവന്മാർ പറയും വി പ്രിഫർ പൂനെ എന്ന് പറയും. പക്ഷെ അതേ സമയത്ത് എന്നോട് ചോദിച്ചാലോ ഞാൻ കേരളം വിട്ടിട്ട് വേറെ പരിപാടിയില്ല. അപ്പം നമ്മൾ എവിടെയാണ് ജീവിച്ചത്? ഇപ്പം എന്റെ മുതലാളിയുടെ മക്കൾക്ക് ഇതല്ലേ ഗ്രഹം, ഇവിടെയല്ലേ ഗ്രഹാതിത്വം ഉണ്ടാവുക. അവര് കേരളത്തിൽ പോയാല് ഒരു ടൂർ പോലെ. അപ്പം ആ ഒരു സാധനമാണ്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ പച്ചപ്പ് ഹരിതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതന്നെ ആ ഒരു സുഖം പറഞ്ഞെങ്കിൽ നമ്മുടെ ലൂസ് ഫിറ്റ് ഒക്കെ മാറ്റി ഒരു ഷർട്ടും ഒരു കൈ കൊണ്ട് കൊടുത്ത് അവിടെ റോട്ടിൽ പോയി നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു വൈബ്. ഞാൻ ഏറ്റവും കൂടുതൽ വൈബ് ചെയ്യുന്ന സ്ഥലം എന്റെ ഫോർട്ട് ബീച്ചാണ്. ഫോർട്ട് ബീച്ചിൽ ബ്രോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫോർട്ട് കൊച്ചി നമ്മൾ 9ാം ക്ലാസ്സിൽ ടൂർ കൊണ്ടുപോകുന്ന സ്ഥലമല്ലേ കണ്ണൂരിൽ നിന്ന്. ഫോർട്ട് കൊച്ചി ബീച്ചും ലുലുമാളും വണ്ടർലയും. സൂപ്പർ. ലുലുമാളൊക്കെ ടൂർ ഡെസ്റ്റിനേഷനാ. അടിപൊളി. ഞങ്ങളപ്പോ പിള്ളേരൊക്കെ ആയിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പോകും, സ്കൂളൊക്കെ കട്ട് ചെയ്ത്. അതാണ് എന്റെ സ്പോട്ട്. എന്റെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് എന്റെ ഉയർ. വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഇനി അടുത്ത ലെവിറ്റേറ്റിന്റെ പരിപാടി ഇനി അടുത്ത ലെവിറ്റേറ്റിന്റെ പരിപാടി നമ്മളൊരു വലിയൊരു ഓണപരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടൻ തന്നെ എയർ ചെയ്യും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലെവിറ്റേറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിയാൽ മതി. ഒരു ഗംഭീര പരിപാടിയാണ് വരാൻ പോകുന്നത്. ഓണപരിപാടി സെപ്റ്റംബർ 7 അല്ലെങ്കിൽ 14 തീയതി ആയിരിക്കും നമ്മുടെ പരിപാടി വരാൻ പോകുന്നത്. അത് ഒരു ഭയങ്കര മാസമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും വരണം. എല്ലാവരും വരണം. ഏതായാലും ഈ പ്രാവശ്യം മിസ്സായി. ഞാൻ ഇവിടെയാണല്ലോ ബ്രോ. ഇവിടെ എന്താ പറയാ കേൾക്കുന്നത് കാനഡ എന്ന് പറയുന്നത് മറ്റേ ഇവിടെ തൊട്ടടുത്ത് ഇപ്പം അടുത്ത് നമുക്കിപ്പം മഹാരാഷ്ട്ര പോകണമെങ്കിൽ ഒരു ദിവസം എടുക്കും. ഫ്ലൈറ്റിന് 3 മണിക്കൂർ കണ്ട എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിന് അവിടെ എത്തണമെങ്കിൽ. അയ്യോ. പിന്നെ അവിടെ വന്ന് പിന്നെ മഞ്ഞായിരുന്നല്ലോ ബ്രോ. മഞ്ഞുണ്ടായിരുന്നപ്പോ ഇവിടെ ഫ്ലൈറ്റിൽ എപ്പോഴും ക്യാൻസൽ ആവും. അങ്ങനത്തെ സീൻ. ഞാൻ വിനിപ്പെക്കില്ലല്ലേ. വിനിപ്പെക്കിൽ ഇച്ചിരി മഞ്ഞ് കൂടുതലാ. സൂപ്പർ. ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ സ്പ്രിംഗ് ആയിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയ ബ്ലൗസ് ഒന്നും ഇല്ല കാണാൻ. ഞാൻ ബാറി നിൽക്കുന്നോണ്ട് പിന്നെ കുറെ ഇവിടെ ചെറിയ ബ്ലോസം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ബ്ലോസത്തിനൊക്കെ കൂടുതൽ ആൾക്കാരാ. നമുക്കൊന്നും തെറ്റി നടക്കണ്ട. ബ്ലോസം ചെയ്തേക്കണ ആൾക്കാരാന്ന് മാത്രം. സ്കാർബ്രോയിലൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലേ? എന്നോട്ട് ഉണ്ടോന്ന് വരുന്നവരെല്ലാം പറയുന്നത് സ്കാർബ്രോയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഞാൻ ലണ്ടനിലായിരുന്നു 2 കൊല്ലം. നമ്മുടെ ഭയങ്കര നമ്മളൊരു മിക്സഡ് റൈസ് പരിപാടിയല്ലേ. അപ്പൊ എന്താ ആൾക്കാരാ എങ്ങനെയൊക്കെ പോയാലും. തമിഴ്നാട്ടിൽ പോയാന്നൊക്കെ എടുക്കും തോന്നുന്നു ചിലപ്പം. ഈ ബോർഡൊക്കെ എഴുതി വെക്കുന്ന സാധനം ഇതാക്കുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത ഫുഡ്. എന്റെ അമ്മ മട്ടൻ കറിയൊക്കെ അയ്യോ എന്റെ മോനെ അടിപൊളി സാധനം. ഞാൻ മൊത്തം ഇംഗ്ലീഷ് ബ്രോ. അവിടെ അടുത്ത പരിപാടി ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നതിന്റെ ഒരു മെയിൻ സാധനം തന്നെ കൾച്ചറൽ പെട്ടുപോയെന്ന് പറയും. പിന്നെ എല്ലാം ശരിയാവുന്നുള്ള പ്രതീക്ഷയിൽ ഇതാവുന്നു. ഉറപ്പായിട്ടും എല്ലാം ശരിയാവും. പക്ഷെ ഒരു വ്യക്തമായ പ്ലാനിങ് വേണം. ഒരു പീരീഡ് വരെ ശരിയായില്ലെങ്കിൽ അവിടെ നൈസായിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ. കൂടുതലായിട്ട് പറയാനുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ എല്ലാരും കേട്ടോളൂ. ഉറപ്പായിട്ട് കേൾക്കും. മറ്റേ ലെവിറ്റേറ്റിൽ നടന്ന 2 ഫണ്ണി മൊമെന്റ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾ ഇപ്പൊ ഇത്രയും പേരുടെ മറ്റേ കഴിഞ്ഞ ദിവസം മറ്റേ ആട്ടത്തിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. കർണാടകക്കാർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറെ കർണാടകക്കാരുണ്ടല്ലോ. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും വരാവുന്ന ഒരു സിമ്പിൾ സാധനമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സോട് തുറന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ നല്ല കൾച്ചറൽ ലൈനപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. പ്ലീസ് എനിക്ക് റീച്ച് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ ലെവിറ്റേറ്റ് പേജിൽ റീച്ച് ഔട്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന രീതി നമ്മുടെ പിള്ളേരും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആവുള്ളൂ. അത്രേ ഉള്ളൂ. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മുടെ പിള്ളേർ സെറ്റ് വൈബ്. ഞാനത് ആലോചിക്കുന്നു. ഇപ്പം ഞാൻ പണ്ടത്തെ കാലത്ത് ഡിപ്രഷൻ ഉള്ളവർ എന്തായിരിക്കും പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ 1970-ലൊക്കെ അന്ന് ഡിപ്രഷൻ ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ഡിപ്രഷൻ വന്നു തുടങ്ങിയത്. അങ്ങനത്തെ സാധനം ഇല്ല. ഇപ്പൊ ഈ ഇൻട്രോവേർട്ടും മറ്റേ എക്സ്ട്രോവേർട്ടും ഈ ആംബി അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മനസ്സിലാക്കി എങ്ങനെയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. സിനിമയില് ഏതെങ്കിലും നല്ലൊരു വേഷം എനിക്ക് തരണം. എന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിച്ചോളാം. ഉറപ്പായിട്ടും. എനിക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് ഹാപ്പി ആയിട്ടൊരു പടം എടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള കഴിവുള്ളവർ എന്തായാലും 100% ജെഡിന്റെ അടുത്തുണ്ട്. ജെഡിന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും ഇൻഫ്ലുവൻസ് വിളിക്കണ്ടോ. ജെഡിന്റെ കൂട്ടുകാരെല്ലാവരും അടിപൊളിയാണ്. നമ്മുടെ പിള്ളേർ നമ്മുടെ ഫ്രണ്ട്സ്. ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പിടിച്ചിട്ട് അടുത്ത വേറെ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കണം. എന്നിട്ട് ജെഡിന്റെ കുറ്റൊക്കെ ചോദിക്കണം. ഉറപ്പായിട്ട് ചോദിച്ചോളൂ. അവർ നല്ലത് മാത്രം പറയുള്ളൂ. ആരെ വിളിക്കുന്നത് നേരത്തെ പറയണതാണോ? ഞാൻ നേരത്തെ പറഞ്ഞു വയ്ക്കാം. ഇങ്ങനെ ഒരുത്തം വിളിക്കും ചോദിക്കും. ഒന്നുകൊണ്ട് പേടിക്കണം. നേരോടെ നിർഭയം വല്ലപ്പോഴും. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടുള്ള നല്ല ടാഗ് ലൈൻ കേട്ടോ. നേരോടെ നിർഭയം മറ്റേ ഏഷ്യാനെറ്റ് ന്യൂസിനെ കണ്ടോ? ആണോ? സൂപ്പർ. ആ സത്യസന്ധത ഞാൻ മാനിക്കുന്നു. അത് നേരോടെ നിർഭയം നിരന്തരം. അത് ഞാൻ വല്ലപ്പോഴും ആക്കി. അത് മാത്രമേ എന്റെ കഴിവുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം എന്തായാലും ലാഫിംഗ് ട്രൂത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് വന്നതിൽ വളരെ സന്തോഷം. ജെഡിയായിട്ട് സംസാരിക്കാൻ പറ്റി. ഐ എം ഗ്രേറ്റ്ഫുൾ. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരെയാണല്ലോ. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നാട്ടിൽ തെറിയ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ആരും ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായി. നമുക്ക് ഒരുമിച്ച് നേരിട്ടൊന്ന് ഫോർവേഡ് കറോ. ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ അയച്ചു തന്നേക്കാം. ഓക്കെ. അപ്പൊ ഇനി വരുന്ന എപ്പിസോഡ്സിൽ സംസാരിക്കാൻ പോകുന്ന ആൾക്കാർക്കും ബ്രോയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അടിപൊളിയായിട്ട് പരിപാടി വരട്ടെ. യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പക്കയാവട്ടെ. ആദ്യം പറഞ്ഞാൽ എന്റെ കൂട്ടുകാരും എന്റെ കൂട്ടുകാരും അത് മതി. അത്ര മതിയേ. കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. അത് മതി. പതുക്കെ എല്ലാം പതുക്കെ. പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ബ്രോ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ആൽഡൻ. പവറാക്കൂ. കപ്പാവുമ്പോൾ ലിങ്ക് ഇടൂ. നമുക്ക് ഓക്കെ അല്ലേ? Okay, thank you. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. This is your boy JD signing out. Peace out. Yes, this is your boy Alu signing out. Okay, Maja. Okay, Maja.